സ്മോക്ക് വരൂ, ഒന്നടിച്ച്. സ്മോക്ക് വരും. റെഡി സാർ. ഒന്നടിച്ചേ. എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കറ്റല്ല പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. നമ്മൾ വിചാരിച്ചത് ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തൊക്കെ കയറി ആക്രമണം നടത്താൻ റോക്കി ഭായിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. ഇപ്പോൾ KGF 2 അവസാനം റോക്കി ഭായ് പാർലമെന്റിന്റെ അകത്ത് കയറി ഒരു ആക്രമണം നടത്തുന്ന രംഗമൊക്കെ ഉണ്ടല്ലേ. കാരണം അത്രത്തോളം സെക്യൂരിറ്റി ഉള്ള, ഇന്ത്യയിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പാർലമെന്റ് എന്നുള്ളത്. അത്രത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണല്ലേ അത്. അതിൻ്റെ അകത്ത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. പക്ഷേ ഇന്നലെ സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർലമെന്റിൽ ലോക്സഭയിൽ അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും, അവിടെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും 2 പേര് ആക്രമണം അഴിച്ചുപിടിക്കുകയാണ്. ആക്രമണത്തിൽ കാര്യമായിട്ട് ആർക്കും പരിക്കൊന്നുമില്ല. പക്ഷെ അതിലേറ്റവും ഭീകരമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷാ വീഴ്ചയാണ്, സെക്യൂരിറ്റി ബ്രീച്ചാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഇത്രത്തോളം സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ഇവിടെ ആരൊക്കെയാണ് വന്നത്? ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് VIPs അല്ലേ? പ്രധാനമന്ത്രി, മറ്റ് ഒപ്പോസിഷൻ ലീഡർ, അതുപോലെ യൂണിയൻ മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അതുപോലെ ഏറ്റവും വലിയ ഉന്നതരായിട്ടുള്ള പോലീസുകാർ, മറ്റ് ബ്യൂറോക്രാറ്റ്സ് എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് ഈ പാർലമെന്റ് എന്നുള്ളത്. അതിൻ്റെ അകത്ത് അവിടെ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഒരു MP എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേര് ആക്രമണം നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവർക്ക് സാധിച്ചത്? നമുക്ക് പാർലമെന്റിൻ്റെ അകത്ത് ആ ഒരു അസംബ്ലിയുടെ അകത്തേക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എൻട്രി ഉണ്ടോ? മാത്രമല്ല, ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഖലിസ്ഥാനി ഭീകരവാദിയായിട്ടുള്ള ഗുർപത്വന്ത് പണ്ണു ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 13 അതിനു മുമ്പോ ഞങ്ങൾ പാർലമെന്റ് ആക്രമിച്ചിരിക്കുമെന്നല്ലേ. അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ പണ്ണു പറഞ്ഞിട്ടുള്ള, പണ്ണുവിൻ്റെ ഭീഷണിയായിട്ട് ഈ ഒരു സംഭവത്തിന് എന്തെങ്കിലും ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം. എന്താണ് ഇന്നലെ പാർലമെന്റിൽ സംഭവിച്ചത്? അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ പറ്റി സംസാരിക്കണം. ആരാണ് ഇതിന് പിന്നിൽ? ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇത് ഗുർപത്വന്ത് പണ്ണു എന്ന് പറയുന്ന ഈ ഖലിസ്ഥാനി, അയാളുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പരിശോധിക്കാം. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ചെറിയൊരു ആക്രമണമായിട്ട് കാണാതെ, അല്ലെങ്കിൽ ഒരു സുരക്ഷാ വീഴ്ച എന്ന് മാത്രമായിട്ട് കാണാതെ, ഇതിനെ ഗുരുതരമായിട്ടുള്ള സംഭവമായിട്ട് കാണാനുള്ള ഏറ്റവും വലിയ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 13 എന്നുള്ളൊരു ഡേറ്റ് ആണ്. കാരണം ഈ ദിവസം ഡിസംബർ 13 22 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറയുവാണെങ്കിൽ 2001 ഡിസംബർ 13 പാർലമെന്റിൽ മറ്റൊരു ഭീകരവാദി ആക്രമണം ഉണ്ടാകുന്നത്. അതിതുപോലെയൊന്നും ആയിരുന്നില്ല. അത് ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒരുമിച്ച് ചേർന്ന് നടത്തിയിട്ടുള്ളൊരു ആക്രമണമായിരുന്നു. അതിൻ്റെ അകത്ത് പല സുരക്ഷാ ഭടന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അതിനെല്ലാം മുമ്പ് ഇന്നലെ എന്താണ് സംഭവിച്ചത്? അതായത് ഇന്നലെ ലോക്സഭയിലെ വിന്റർ സെഷൻ, അതായത് ശീതകാല സെഷൻ, ഈ ഒരു സമയത്ത് നടക്കുന്ന സെഷനെയാണ് വിന്റർ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 0 അവർ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്താണ് 0 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ MP എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും, അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കും. അങ്ങനെ ഒരു ചർച്ച നടക്കുന്ന ആ ഒരു ടൈമിനെയാണ് 0 അവർ എന്ന് പറയുന്നത്. നമ്മൾ കേരള അസംബ്ലിയിലാണെങ്കിൽ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അങ്ങനത്തെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. സെയിം ഒരു സംഭവം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ലോക്സഭ ആയതുകൊണ്ട് അവിടെ MP ഉള്ളത്. മെമ്പർ ഓഫ് പാർലമെന്റ് നമ്മൾ വിളിക്കും. ഈ MP തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും ഒപ്പോസിഷൻ ലീഡറും മറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും എല്ലാവരും അവർ തന്നെയാണല്ലേ. അപ്പോൾ ഒരു BJPയുടെ MP ആയിട്ടുള്ള കർഗൻ മുർമു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എഴുന്നേറ്റ് നിന്ന് തൻ്റെ നാട്ടിലെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ, അതായത് നടുക്കത്തെ ഒരു വേദിയാണല്ലോ ഈ പാർലമെന്റിൽ ലോക്സഭയുടെ ആ ഒരു അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുകളിലൊരു തട്ടിലായിട്ടാണ് വിസിറ്റേഴ്സ് ഗാലറി ഉള്ളത്, സന്ദർശകർക്കുള്ള ഒരു ഗാലറി ഉള്ളത്. അപ്പോൾ അവിടെ 2 പേര് ഇരിപ്പുണ്ട്. ഈ 2 പേരെന്ന് പറയുന്നത് അങ്ങോട്ട് ഇടിച്ച് ഒളിച്ചും പാത്തും കയറി വന്നൊന്നുമല്ല, കൃത്യമായിട്ടുള്ള അപ്രൂവലോടെ തന്നെ വന്ന് കയറിയവരാണ്. അപ്പോൾ ഈ MP എന്ന് പറയുന്നവരെ നമ്മുടെ നാട്ടിൽ നിന്ന് MP ഉണ്ട്, അല്ലാതെ എല്ലാ ഹിന്ദിക്കാരൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മൾ തന്നെ ജയിപ്പിച്ചു വിട്ട MP ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുകയാണല്ലേ. അപ്പോൾ എന്തിനാണ് ഈ വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു ജനാധിപത്യ രീതിയാണ്. അതായത് നമ്മൾ ജയിപ്പിച്ചു വിട്ട MP, നമ്മളെ പ്രതിനിധീകരിച്ച് പോകുന്നവർ നമ്മൾക്ക് വേണ്ടി അവിടെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ഉറപ്പുവരുത്തണ്ടേ. നമ്മൾ ജയിപ്പിച്ച് വിട്ടു, നമ്മളുടെ തന്നെ നികുതിപ്പണം കൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊരു ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നത്. നമ്മൾക്കത് കണ്ട് ഒബ്സർവ് ചെയ്ത് നമുക്ക് തന്നെ വിലയിരുത്താം അവരവിടെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ, അവരവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ 2 വിസിറ്റേഴ്സ് അവിടെ അന്നേ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് കേട്ടോ. മനോരഞ്ജനം സുഹൃത്തായിട്ടുള്ള സാഗറുമായിരുന്നു വിസിറ്റേഴ്സ് ആയിട്ട്, സന്ദർശകരായിട്ടുണ്ടായിരുന്നത്. ഇവർ 2 പേരും എഞ്ചിനീയേഴ്സ് ആണെന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. എന്തായാലും ഇത് നടുക്കാണ് ഈ അസംബ്ലി നടക്കുന്ന, അതിന്റെ കുറച്ച് മുകളിലൊരു തട്ടിന് മുകളിലായിട്ടാണ് ഈ ഒരു വിസിറ്റേഴ്സ് ഗാലറി ഉള്ളത്. അപ്പോൾ ഈ ഒരു MP എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് പുറയുന്ന ഒരു ഒച്ച കേൾക്കുകയാണ്. ഒച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഠേ എന്നും പറഞ്ഞുള്ള ചെറിയൊരു പൊട്ടുന്ന, അത്രയും ബോംബ് പൊട്ടുന്ന ശബ്ദമൊന്നുമല്ല, ചെറിയൊരു നമ്മൾ മറ്റേ ഈ പോപ്പേഴ്സ് പൊട്ടിക്കത്തില്ലേ, ബർത്ത്ഡേ പോപ്പേഴ്സ് പൊട്ടിക്കത്തില്ലേ, ആ ഒരു ശബ്ദത്തോടെ ഒരു ഇതുണ്ടാകുകയാണ്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കിയാണ്. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഈ വിസിറ്റേഴ്സ് ഗാലറിയിൽ നിന്ന് ഈ മനോരഞ്ജനും സാഗറും കൂടെ ചാടി താഴത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവരെ പൊട്ടിച്ച സാധനം എന്താണെന്ന് പറയുവാണെങ്കിൽ ഈ സ്മോക്ക് ബോംബില്ലേ, നമ്മൾ പല യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പലരും ഈ സ്മോക്ക് ബോംബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ക്യാനായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, ചിലപ്പോൾ ഉണ്ടാക്കിയതായിരിക്കാം, മേടിച്ചതായിരിക്കാം. എന്തായാലും
ഈ ഒരു സ്മോക്ക് ബോംബിന്റെ ക്യാൻ ആയിരുന്നു അവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ക്യാനും പൊട്ടിച്ചുകൊണ്ട് നേരെ ഈ ഒരു എം പിമാരും മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന ആ വേദിയിലേക്ക് ഇവർ ചാടി വരികയാണ്. അപ്പോൾ ഇവർ ചാടി വരുമ്പോൾ തന്നെ, അതായത് തോക്കോ ബോംബോ ഒന്നും അല്ലാന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവന്മാരെ പിടികൂടാൻ പോയി. ഇവന്മാരെ പിടികൂടാൻ പോയപ്പോഴേക്കും ഇവർ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് സ്കൂളിൽ കളിക്കുന്ന അതേ ഒരു സംഭവങ്ങൾ, ബെഞ്ചിന്റെ പുറത്തുകൂടെ ഓടത്തില്ല, ബെഞ്ചിന്റെ പുറത്തുകൂടെ ഓടിപ്പെടുത്താൻ കളിക്കാറുണ്ടല്ലേ. നമ്മളൊരു ബെഞ്ചിൽ നിന്ന് അങ്ങോട്ടി ആടുന്നു, ഇങ്ങോട്ടി ആടുന്നു, മലക്കം പറഞ്ഞ് ആടുന്നു. ഈ സെയിം സംഭവങ്ങൾ അവരവിടെ കാണിക്കുകയാണ്. കയ്യിൽ മറ്റേ സ്മോക്ക് ബോംബ് ഉണ്ട്. ഇതൊരു മഞ്ഞ ബോംബാണ്. ഈ മഞ്ഞ കളർ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ഖലിസ്ഥാൻ ഫ്ലാഗിന് സമാനമായിട്ടുള്ള കളറാണ്. അങ്ങനത്തെ ഒരു ചർച്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനം മറ്റേ പണ്ണൂൻ്റെ കാര്യം പറയണം. പണ്ണൂൻ്റെ ഈ അതൊക്കെ എവിടം വരെ എത്തിയെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് മറ്റേ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന എയർ ഇന്ത്യ വിമാനം ബോംബ് വെച്ച് തകർക്കും എന്നൊക്കെ ഈ പണ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായാലും ഇവന്മാരിങ്ങനെ ആ ഒരു കൃത്യം സെൻറ്റർ വരെ ഓടിച്ചാടി എത്തുകയാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന എം പിമാരെന്നൊക്കെ പറഞ്ഞാൽ ആരാന്നും പറഞ്ഞേ ഇരിക്കണത്, പല എം പിമാരുടെയൊക്കെ കാര്യം നോക്കുവാണെങ്കിൽ വലിയ ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയായിരിക്കും അല്ലേ. ഇവന്മാരെ ഇവർ പിടികൂടുകയാണ്. കൈയോടെ പിടികൂടിയിട്ടുണ്ടല്ലോ, നല്ല പോതിരെ ഇടിച്ച് ഊപ്പാടിളക്കിയാണ്. പരസ്യമായിട്ട് അവിടെ എം പിമാർ, നല്ല പ്രായം ചെന്നിട്ടുള്ള എം പിമാർ വരെ ഇവന്മാരെ ഉണ്ടല്ലോ ഇടിച്ച് ഒരു ഇഞ്ച പരുവമാക്കി വിടുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇവിടെ ആക്രമണം എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സ്മോക്ക് ബോംബാണുള്ള. ആ സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സ്മോക്ക് ആകാം, പുകയാകാമല്ലോ. ഒന്ന് ആൾക്കാർക്ക് വളരെ ഗുരുതരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ വിഷവാതകങ്ങളുണ്ടല്ലോ, വിഷവാതകങ്ങളൊന്നും ആയിരുന്നില്ല, ജസ്റ്റ് ഒരു കളർ ബോംബ് മാത്രമായിരുന്നു, ഒരു സ്മോക്ക് ബോംബ് മാത്രമായിരുന്നു അത്. ആ ഒരു പുക ഹാംഫുൾ അല്ലായിരുന്നു. അതായത് അത് ശ്വസിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് അപകടം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള പുകയല്ലായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഏത് ഒരു പുക എടുക്കുമ്പോഴും ചുമയ്ക്കുമല്ലേ. ഇപ്പോൾ പടക്കം പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചുമച്ചേക്കാം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇറിറ്റേറ്റിങ്ങോ അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷനോ പൊള്ളുന്ന ഫീലോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ സ്മോക്ക് ബോംബ് മാത്രമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും എം പിമാരെല്ലാം ചേർന്ന് ഇവരെ പിടിച്ച് ഇടിച്ച് കൂട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മറ്റേ മനോരഞ്ജനും സാഗറും അല്ലേ. ഇതേ സമയം തന്നെ പാർലമെന്റിന്റെ പുറത്ത് അതിൻ്റെ റോഡുണ്ടല്ലോ, ആ റോഡിലും ഇതേ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. രണ്ട് പേര് സമാനമായിട്ടുള്ള സ്മോക്ക് ബോംബ്, ക്യാൻ സ്മോക്ക് ബോംബ് പൊട്ടിച്ച് അവിടെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയാണ്. അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ് വിൽ നോട്ട് ബി അലൗഡ്, അതായത് ഏകാധിപത്യം അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇവർ പാർലമെന്റിനകത്തും പുറത്തൊക്കെ ഉണ്ടായിരുന്നത്. ഈ പുറത്തുണ്ടായിരുന്നവരാരാന്ന് നോക്കുവാണെങ്കിൽ, ഒന്ന് നീലം എന്ന് പറയുന്ന 42 വയസ്സുള്ള സ്ത്രീയാണ്. അടുത്തത് അമോൽ ഷിൻഡെ എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെ പുറത്തുനിന്ന് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് 4 പേരെയാണ്. പക്ഷേ പോലീസ് പറയുന്നത് മൊത്തത്തിൽ 6 പേര് ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ്. ഈ ഒരു സംഘം എന്ന് പറയുന്നത്, ഈ 6 പേരെന്ന് പറയുന്നത് 4 വർഷമായിട്ട് ഇവർ പരിചയത്തിലാണ്. ഇവർ പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തത് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു. ഇത് പ്ലാൻ ചെയ്ത ശേഷം ഇവർ നേരെ ഡൽഹി വന്നു. ഡൽഹി നേരെ ഗുരുഗ്രാമിലേക്ക് ചെന്നു. അവിടെ ഒരു വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വാടകക്കാരനെ പിടിക്കാൻ ചെന്നപ്പോഴേക്കും അയാൾ അവിടെ കടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓണറെ പിടിക്കാനായിട്ട് മറ്റൊരു വ്യക്തി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞു. അയാളും ഇപ്പോൾ രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുന്ന ഒരു അവസ്ഥയിലാണ്. വൈകാതെ പിടികൂടുമായിരിക്കും. എന്തായാലും ഈ ക്രൈമിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 4 പേരും ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്. അവർക്കെതിരെ UAP, അതായത് രാജ്യദ്രോഹ കുറ്റമടക്കമാണ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സംശയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്മാർ ഈ സാധനമായിട്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെ കടന്നുകൂടി? അല്ല, ഏതെങ്കിലും 2 അക്രമകാരികൾക്ക് അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണോ ഈ പാർലമെന്റ് മന്ദിരം, ലോക്സഭ എന്ന് പറയുന്നത്? അവിടെ ആണെങ്കിൽ ഏറ്റവും സുരക്ഷയുള്ള പ്രധാനമന്ത്രി, മറ്റ് യൂണിയൻ മിനിസ്റ്റേഴ്സും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ലീഡർ ഓഫ് ഒപ്പോസിഷനും മറ്റ് എം പിമാരും ഒക്കെയുള്ള മേഖലയാണ്. മാത്രമല്ല ഒരുപാട് ബ്യൂറോക്രാറ്റ്സ് കാണും, ഏറ്റവും ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കാണും, ആർമി ഒഫീഷ്യൽസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പാർലമെന്റും ലോക്സഭാ മന്ദിരം എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇത് ഇവന്മാർ ഇതെങ്ങനെ കടന്നു എന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവന്മാർ കറക്റ്റ് അകത്തേക്ക് കടന്നത് കൃത്യമായിട്ടുള്ള ഒരു അപ്രൂവലോട് കൂടിയിട്ടാണ്. അതായത് നമ്മൾക്കിപ്പോൾ പാർലമെന്റിനകത്ത് സന്ദർശകരായിട്ട് പോകാൻ സാധിക്കും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും അതിൻ്റെ അകത്ത് സമാനമായിട്ട് പോകാൻ സാധിക്കും. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ MP പോയി കാണുക. MP ഒരു അനുമതി ഉണ്ടെങ്കിൽ, ഒരു അപ്രൂവൽ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് അവിടെ സന്ദർശകരായിട്ട് പോകാൻ പറ്റുക. അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന മറ്റൊരു സ്പെഷ്യൽ പെർമിഷനിലൂടെ ഇത് സാധിക്കും. അപ്പോൾ ഈ 2 പേര് എടുത്തിട്ടുള്ള മെത്തേഡ്, സ്വീകരിച്ച മെത്തേഡ് എന്ന് പറയുന്നത്, അവരുടെ മണ്ഡലത്തിലുള്ള MP ലെറ്റർ, അനുമതി പത്രം കൊണ്ട് പാർലമെന്റിലേക്ക് പോവുകയാണ്. അങ്ങനെ MP ആണ് ഇവർക്ക് ഈ ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു MP പേര് പ്രതാപ് സിംഹ എന്നുള്ളതായിരുന്നു. പ്രതാപ് സിംഹ അത് തന്നെയായിരുന്നു. അപ്പോൾ ഇയാളെന്ന് പറയുന്നത് കർണാടകയിലെ മൈസൂരിലെ, നമ്മൾ ടൂർ പോണ മൈസൂരിലെ ഈ മൈസൂരിൽ നിന്നുള്ള MP ആണ് പ്രതാപ് സിംഹ. അപ്പോൾ ഈ പ്രതാപ് സിംഹയുടെ അപ്രൂവലുമായിട്ടാണ് ഇവർ പാർലമെന്റിൻ്റെ അകത്ത് ലോക്സഭയിൽ വിസിറ്റേഴ്സായിട്ട്, സന്ദർശകരായിട്ട് കടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ ട്വിസ്റ്റ് എന്തെന്നാൽ, ഈ പ്രതാപ് സിംഹയ്ക്ക് ഇവരെ അറിയത്ത് പോലും ഇല്ല എന്നുള്ളതാണ്.
കാര്യം നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, ഒരു മന്ത്രിയുടെ അപ്രൂവൽ എന്തെങ്കിലും കാര്യത്തിന് കിട്ടണം, അല്ലെങ്കിൽ ഒരു MP-യുടെ അപ്രൂവൽ എന്തെങ്കിലും കാര്യത്തിന് കിട്ടണമെങ്കിൽ നമ്മൾ പിടിക്കുന്നത് അവരുടെ PA ആയിരിക്കും അല്ലേ, PAയോ അല്ലെങ്കിൽ പേഴ്സണൽ സെക്രട്ടറിമാരെയോ ഒക്കെ ആയിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. അവർ വിചാരിച്ച കാര്യം നടക്കുമെന്ന് അറിയാം. അപ്പോൾ അവരെയായിരിക്കും നമ്മൾ ചാക്കിട്ട് പിടിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു മന്ത്രിയെ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ MLA MP-യെ കൊണ്ടാണെങ്കിലും ഒരു ഒപ്പിടിച്ച് കിട്ടും. സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു മനോരഞ്ജൻ എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, ഈ ഒരു വിസിറ്റേഴ്സിൽ ഒരാൾ, ഇവൻ കുറേ മാസങ്ങളായിട്ട് ഈ ഒരു MP-യുടെ PA വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. PA ആയിട്ട് വിളിക്കുന്നു, അവരുടെ ഓഫീസിൽ പോകുന്നു, ഇങ്ങനെ ഈ ഒരു PA-യുടെ പുറകെ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് അപ്രൂവൽ വേണം, ഞങ്ങൾക്ക് അകത്ത് കയറണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ PA ആയിട്ട് നല്ല ലോഹ്യത്തിലായി. അങ്ങനെയാണ് PA ഒപ്പിച്ചു കൊടുക്കുന്നത്. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, ഞങ്ങൾ എഞ്ചിനീയർ സ്റ്റുഡൻസ് ആണ്, പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടായിരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മളും നമ്മുടെ MP-യെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടും, നമ്മൾ അക്രമം നടത്താൻ പോകുമെന്ന് അവർക്കറിയത്തില്ലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഈ ഒരു PA വഴി ഇവർക്ക് ആ ഒരു ലെറ്ററിൽ ഈ ഒരു MP-യുടെ ഒപ്പ് കിട്ടുകയാണ്, പ്രതാപ് സിംഹയുടെ ഒപ്പ് കിട്ടുകയാണ്. അങ്ങനെ ആ ഒരു അപ്രൂവൽ ലെറ്റർ വെച്ചിട്ടാണ് ഇവരവിടെ കയറിയത്. അല്ല, കയറുമ്പോഴും മറ്റൊരു വിഷയമില്ലേ, സെക്യൂരിറ്റി ചെക്ക് എവിടെ? നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ പോലും അകത്ത് മൊബൈൽ ഫോൺസ് കയറ്റാൻ പറ്റത്തില്ല. എന്തിനേറെ സ്മാർട്ട് വാച്ച് പോലും കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മതിലിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ അകത്ത്, ലോക്സഭാ മന്ദിരത്തിൻ്റെ അകത്ത് ഇതൊന്നും ഇല്ലേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കൃത്യമായിട്ട് മറ്റേ മെറ്റൽ ഡിറ്റക്ടർ, മറ്റേ സാമാനങ്ങൾ, അതും ഇത് ബോഡി ചെക്ക്, നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, കംപ്ലീറ്റ് ബോഡിയൊക്കെ പരിശോധിക്കും അല്ലെ, മെറ്റൽ ഡിറ്റക്ടറും അതും ഇതും എല്ലാ സാധനങ്ങളും വെച്ച് പരിശോധിക്കും, എക്സ്റേ എടുത്ത് പരിശോധിക്കും, എല്ലാ തരത്തിലും. അപ്പോൾ ഇത്രയും ചെക്ക് ചെയ്തിട്ടും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ക്യാനൊന്നും കിട്ടിയില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ലേ. അതിന് ഉത്തരമായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഷൂവിൻ്റെ അകത്താണ് ഈ ക്യാൻ ഒളിപ്പിച്ചത്, എന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ലേ, ഷൂ ഒന്നും പരിശോധിച്ചില്ലേ. അപ്പോൾ സെക്യൂരിറ്റി ബ്രീച്ച് നടന്നിട്ടുണ്ട്, സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് നടന്നിട്ടുള്ളത്. അപ്രൂവലോടെ കയറാം, നമ്മളും MP-യോട് അപ്രൂവൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കും പോയി കയറാം. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മൾ എന്തുമായിട്ടാണ് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത കൃത്യമായിട്ട് അവർക്കില്ലേ. അവരെന്ത് ചെയ്യുമായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 7 സുരക്ഷാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഗുരുതരമായിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ ഇവരുടെ കയ്യിൽ ചെറിയൊരു ബ്ലേഡ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു MP-യുടെ കഴുത്തിൽ വരഞ്ഞിരുന്നെങ്കിൽ, കയ്യെ വരഞ്ഞിരുന്നെങ്കിൽ, ഒരു ചെറിയൊരു തരി ബ്ലേഡ് പോരെ. അപ്പോൾ അതാണ് പറയുന്നത്, ഇത് ഗുരുതരമായിട്ട് എടുക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളത്. ഇനി നമ്മൾ പണ്ണൂലേക്ക് വരുവാണെങ്കിൽ, ഗുർപത്ത് പണ്ണു എന്ന് പറയുന്ന ആ ഒരു ഖലിസ്ഥാനി ഭീകരവാദിയാണ് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസംബർ 13 അതിന് മുമ്പുള്ള ദിവസം ഞങ്ങൾ പാർലമെന്റ് ആക്രമിക്കുമെന്ന്. അപ്പോൾ 2001 ഡിസംബർ 13 ഒരു പാർലമെന്റ് ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വളരെ ഗുരുതരമായിട്ടുള്ളൊരു ഭീകരാക്രമണം തന്നെയായിരുന്നു. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ സംഘടനകളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ പ്രധാനിയായിട്ടുള്ള അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി കൊന്നു. 2013 അതിൻ്റെ അകത്തെ തലവനായിട്ടുള്ള അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി കൊന്നതല്ലേ. ഈ ഗുർപത്വന്ത് പണ്ണൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഭീഷണി മുഴക്കിയിട്ട്. അതിൽ അയാൾ മറ്റേ ഈ അഫ്സൽ ഗുരുവിൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, അതായത് ഈ ഖലിസ്ഥാൻ ഭീകരവാദം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാണെങ്കിൽ നിലവിൽ അങ്ങനത്തെ ഒരു സൂചനകളും പോലീസും നൽകുന്നില്ല. അങ്ങനത്തെ ഒരു വാർത്തകളും പുറത്തു വന്നിട്ടില്ല ഇതിന് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്. ഞാൻ ഇങ്ങനെ ഈ പണ്ണു നേരത്തെ ഇതുപോലെ ഒരു പരിപാടി കാണിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ഒരു ചർച്ചയാക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇന്നേ ദിവസം ആ ഒരു ആക്രമണം നടത്തിയവർക്ക് ഈ പണ്ണു 10 ലക്ഷം രൂപ റിവാർഡ് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു പാർലമെന്റ് ആക്രമിച്ചവനൊക്കെ 10 ലക്ഷം രൂപ. അല്ല, ഇവൻ മോസ്റ്റ് വാണ്ടഡ്, ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു ഭീകരവാദിയാണ് ഈ പണ്ണു എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്കൊന്നും കാലുകുത്തില്ല, ഇന്ത്യയിലേക്ക് കാലുകുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ തീർക്കും. അത് 101% സത്യമാണ്. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഭീകരൻ പാകിസ്ഥാനിൽ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു, കാനഡയിൽ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു, ദുരൂഹമായ സാഹചര്യത്തിൽ അവിടുത്തെ കുളത്തിൽ മുങ്ങി മരിച്ചു എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുമല്ലോ. അപ്പോൾ അജ്ഞാതൻ ഇറങ്ങേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ ഈ പണ്ണുവിൻ്റെ കാര്യത്തിലൊക്കെയാണ്. കാരണം രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി അയാളൊരു പഞ്ചാബിയാണ്. ഖലിസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, പഞ്ചാബിൽ നിന്നാണ് പിന്നീട് അമേരിക്കയിലേക്ക് കാനഡയിലേക്ക് പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ 2001 ഈ ഭീകരാക്രമണമാണ്. 2001 ഡിസംബർ 13 പാർലമെന്റിലേക്ക് ഒരു കാറ് കടന്നു വരികയാണ്. ഒരു വെളുത്ത അംബാസഡർ കാറായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒഫീഷ്യൽ വാഹനങ്ങളുടെ മുമ്പിൽ ചുമല ബോർഡുകളും ബീക്കൺ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാറായിരുന്നു. ഹോം മിനിസ്ട്രി, ആഭ്യന്തര മന്ത്രാലയം എന്നുള്ള പേരിലായിരുന്നു ആ കാർ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായതുകൊണ്ട് തന്നെ ഒഫീഷ്യലി അങ്ങോട്ട് കയറുന്നതല്ല, അതുകൊണ്ട് തന്നെ സുരക്ഷാഭടന്മാർ ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അതൊരു വ്യാജ കാറായിരുന്നു, വ്യാജ ബോർഡായിരുന്നു അത്. അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഗ്രൂപ്പിലെ 5 തീവ്രവാദികളായിരുന്നു. ആ കാറ് വളരെ വേഗത്തിലായിരുന്നു ആ ഒരു ഗേറ്റ് കടന്നെടുത്തിട്ടുണ്ടായിരുന്നത്. അത് നേരെ ഇടിച്ചിട്ടുണ്ടായിരുന്നത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള
കൃഷ്ണകാന്ത് അവരുടെ കാറിലായിരുന്നു. അത് അവിടെ കാർ ഇടിച്ച് നിൽക്കുകയാണ്. ഇടിച്ച് നിന്നതുകൊണ്ട് തന്നെ ഇവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി AK-47 ഗൺ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ ഭടന്മാർക്ക് നേരെ നിറയൊഴിക്കുകയാണ്. പിന്നീട് 45 മിനിറ്റോളം നീണ്ട ഏറ്റുമുട്ടലായിരുന്നു. ആ ഒരു ഏറ്റുമുട്ടലിൽ നമ്മുടെ രാജ്യത്തിൻ്റെ 8 സുരക്ഷാ ഭടന്മാരും അതുപോലെ തന്നെ ആ ഒരു പാർലമെൻറ്റിലെ ഉദ്യാനപാലകനും തോട്ടം തൊഴിലാളിയും വെടിയേറ്റ് മരിക്കുകയാണ്. ഇവർ ബെൽറ്റ് ബോംബ് അരയിൽ ബെൽറ്റ് ബോംബൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഒരാൾ ആ ഒരു ബെൽറ്റ് ബോംബ് പൊട്ടി തന്നെ ചിതറി മരിക്കുകയാണ്. അയാളുടെ കഷ്ണങ്ങൾ ശരീര കഷ്ണങ്ങൾ ഇങ്ങനെ അവിടെ തെറിക്കാനുണ്ടായത്. ആ ഒരു പലയിടത്തേക്കും കാറിൻ്റെ പുറത്തേക്കും തെറിച്ചു വീണു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ഏറ്റുമുട്ടലുകൾ 45 മിനിറ്റോളം നീണ്ടു നിന്നു. ഈ ഒരു 5 ഭീകരവാദികളും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അവരെ ബാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് വന്നു. അതിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്ന ബെൽറ്റ് ബോംബ് പൊട്ടിയാണ്. ബാക്കി 4 പേരെ വെടിവെച്ച് വന്നു. പക്ഷേ ആ ഒരു ഏറ്റുമുട്ടലിൽ നമ്മുടെ 9 സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ബ്ലാക്ക് ഡേ ആണ്, ഒരു കറുത്ത ദിനമാണ്. മാത്രമല്ല ഇന്നേ ദിവസം ഈ സംഭവം നടക്കുന്നതിന് ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ 9 പേർക്ക് അവരുടെ ചരമദിനത്തിൽ അവരോടുള്ള ആദരസൂചകമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒന്നായിരുന്നു. അവർക്കൊരു എന്താ പറയുക, നമ്മൾ റെസ്പെക്റ്റ് അവർക്ക് പേ ചെയ്യുമല്ലോ. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസത്തിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എല്ലാ MP-മാരും മന്ത്രിമാരൊക്കെ അവിടെ ഹാജരാകുന്ന ദിവസമാണ്. കാരണം പാർലമെൻറ്റിനെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്, ഒരു കറുത്ത ദിനമാണ് പാർലമെൻറ്റിനെ സംബന്ധിച്ച് ഡിസംബർ 13 എന്നുള്ളത്. അപ്പോൾ ആ ദിവസം തന്നെ നോക്കി സെലക്ട് ചെയ്തെടുത്തു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഒരു കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു 2001 ഭീകരാക്രമണത്തെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാവുന്നേ ഉള്ളൂ. അത്രത്തോളം കണ്ടന്റ് അതിനകത്തുണ്ട്. അത് എന്തുകൊണ്ടാണ് ചെയ്തത്, ആരാണ് പിന്നിലുള്ളത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വേണമെങ്കിൽ താഴത്ത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ തീർച്ചയായിട്ടും വരും. നിലവിൽ 6 പേരെയാണ് പോലീസ് സംശയിക്കുന്നത്. 6 പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത്. 4 പേര് കസ്റ്റഡിയിലുണ്ട്, 2 പേരെ കൂടെ പിടിക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്ത അറിയാം. അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയുന്നെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ വാർത്തയെ വരുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് അറിയുന്ന മുമ്പ് നമ്മുടെ ചാനലിലൂടെ അറിയാൻ സാധിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പോലീസ് സൈനിങ് ഔട്ട്.